നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിൽ പരക്കെ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത്. വടക്കൻ എമിറേറ്റുകളിൽ മഴ ശക്തമാകും, അന്തരീക്ഷം മൂടിക്കെട്ടും. മലയോര മേഖലകളിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. തീരദേശങ്ങളിലും പർവ്വത മേഖലകളിലും പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കടലിൽ നിരീക്ഷണത്തിന് ജെറ്റ് സ്കീകൾ, സ്പീഡ് ബോട്ടുകൾ എന്നിവയും ഉണ്ടാകും. പർവ്വത മേഖലകളിൽ രക്ഷാപ്രവർത്തനത്തിന് ക്വാഡ് ബൈക്കുകളടക്കം പ്രത്യേക വാഹനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. ഹെലികോപ്റ്റർ നിരീക്ഷണവും ഇവിടങ്ങളിൽ ഉണ്ടാകും. ചില മേഖലകളിൽ കഴിഞ്ഞ ദിവസം നേരിയ മഴ പെയ്യുകയുണ്ടായി. രാത്രിയിൽ അന്തരീക്ഷ ഈർപ്പം ഉയർന്നതിനാൽ ചൂട് കൂടുതലായിരുന്നു. വരും ദിവസങ്ങളിൽ നേരിയ മഴ പ്രതീക്ഷിക്കാമെന്നാണ് അറിയാൻ കഴിയുന്നത്. റാസൽ ഖൈമ, ജബൽ ജെയ്സ് മലനിരകളിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ 14.7 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു താപനില. വരും ദിവസങ്ങളിൽ രാജ്യത്ത് താപനില കുറയും. കാലാവസ്ഥാ മാറ്റം കണക്കിലെടുത്തുകൊണ്ട് വാദികൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. മലനിരകളിൽ നീരൊഴുക്കൽ കൂടിയതിനാൽ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്. ഹത്ത മലയോര മേഖലകളിൽ 24 മണിക്കൂറും നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒമാൻ അതിർത്തിയോട് ചേർന്ന ഹത്ത മലയോര മേഖലകളിൽ പെട്രോളിംഗ് ശക്തമാക്കിയതായി ഹത്ത പോലീസ് സ്റ്റേഷൻ ഡയറക്ടർ കേണൽ മുബാറക് അൽ കദ്ബി അറിയിക്കുകയുണ്ടായി. അടിയന്തര സാഹചര്യം നേരിടാൻ 24 മണിക്കൂറും പ്രത്യേക സംഘത്തെ നിയമിച്ചിട്ടുണ്ട്. ആംബുലൻസ് യൂണിറ്റുകളും സജ്ജമാക്കി കഴിഞ്ഞു. കടൽ നീന്താൻ ഇറങ്ങുന്നവർ അനുവദനീയമായ മേഖലകളിൽ വിട്ടു പോകാൻ പാടില്ല. മുന്നറിയിപ്പ് നൽകുന്ന ചുവന്ന കൊടികൾ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. അസ്ഥിര കാലാവസ്ഥയുള്ളപ്പോൾ മലയോര മേഖലകളിൽ പോകരുതെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഹത്ത, റാസൽ ഖൈമ, ഫുജൈറ എന്നിവിടങ്ങളിൽ മഴക്കെടുതി നേരിടാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. താഴ്ന്ന മേഖലകളിലെ വെള്ളക്കെട്ടും റോഡുകളിലെ മണലും ചപ്പുചവറുകളും നീക്കം ചെയ്യാൻ 24 മണിക്കൂറും കർമ്മനിരതരായ പ്രത്യേക സംഘത്തെ സജ്ജമാക്കി കഴിഞ്ഞു. മലനിരയിൽ നിന്ന് പാറകഷ്ണങ്ങൾ വീഴുന്നത് തടയാൻ വേണ്ടി റോഡരികിൽ കരിങ്കല്ല് ഭിത്തികൾ നിർമ്മിച്ചു കഴിഞ്ഞു. ഡ്രൈനേജ് സംവിധാനങ്ങളുടെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി. അതേസമയം അടിയന്തര സാഹചര്യങ്ങളിൽ സഹായത്തിന് പോലീസിനെ വിളിക്കാവുന്നതാണ്. ഫോൺ നമ്പർ 999. ദുബായ് മുനിസിപ്പാലിറ്റി ഫോൺ നമ്പർ 800-900 ആണ്. അതേസമയം ഒമാനിലും മഴ പെയ്യാനുള്ള സാധ്യതയാണുള്ളത്. മസ്കത്ത്, ഒമാനിലെ വിവിധ മേഖലകളിൽ മഴ ശക്തമാകുന്നുണ്ട്. കാലാവസ്ഥാ നിരീക്ഷകർ അക്കാര്യവും വളരെ മുന്നറിയിപ്പായി പറയുന്നുണ്ട്. ഷർബിയ, ഉസ്ത, ദോഫാർ ഗവർണറേറ്റുകളിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകാനും സാധ്യത. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.